നമസ്കാരം. നമ്മൾ ഒരുപാട് ആൾക്കാരെ പ്രവാസ ലോകത്തുനിന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ഒക്കെ. ഇതിനു മുമ്പ് ഓർമ്മയുണ്ട്, ഒരിക്കൽ നമ്മുടെ ദയാഭായി നമ്മോടൊപ്പം പങ്കുവച്ച വളരെ നിർവികാരമായ കുറേ നിമിഷങ്ങൾ. അതേപോലെ തന്നെ മറ്റൊരാളെ കൂടി ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. പത്രങ്ങളിലൂടെയോ വിഷ്വൽ മീഡിയകളിലൂടെയോ ഒന്നും അധികം രംഗത്ത് വന്നിട്ടില്ലാത്ത സുധാ വർഗീസ്. കഴിഞ്ഞ 60 വർഷക്കാലമായി നമ്മുടെ നാട്ടിലല്ല, ബീഹാറിൽ സാധാരണക്കാർക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി തൻ്റെ ജീവിതം മുഴുവൻ അവിടെ പങ്കുവച്ച് ഇന്നും തുടരുന്നു. അതും 82ാമത്തെ വയസ്സിലും. അതുപോലെ തന്നെ സുധാ വർഗീസിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും അതുപോലെ തന്നെ ജമുനാലാൽ ബജാജ് അവാർഡ് അതും ചീഫ് ജസ്റ്റിസിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും നമ്മുടെ മലയാളികൾക്കിടയിൽ എത്രത്തോളം വന്നു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ആരോഗ്യകരമായിട്ട് തന്നെ വിദേശത്തെത്തി, കുവൈറ്റിലെത്തി. ഇവിടുത്തെ ഒരു സംഘടന സംഘടിപ്പിച്ച അവരുടെ ആ ഒരു പ്രോഗ്രാമിൽ ഇതുപോലുള്ള ആൾക്കാരുടെ ആവശ്യകത ഇന്ന് മനുഷ്യർക്കിന്ന് മാനവികത അല്ലെ മനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ അളവ് എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ട കാലത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളും എത്രത്തോളം വലുതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ആ സംഘടനയെ നമുക്ക് നമിക്കാം. എന്തായാലും ഇവരുടെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ സമൂഹത്തിനിടയിൽ ഇന്ന് സാഹോദര്യവും സൗഹൃദവും ഒക്കെ എവിടെയാണ്, എന്തിലാണ് ഊന്നി നിൽക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കെ അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതോടൊപ്പം ഈ ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങളുമൊക്കെയായി എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ടൂറിസ്റ്റ് എൻ്റർപ്രൈസസ് കമ്പനിയുമായി സഹകരിച്ച് അറേബ്യൻ ഗൾഫ് റോഡിലെ ഗ്രീൻ ഐലൻഡിൽ ഭാരത് മേള 2026 സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപാഠി മേള ഉദ്ഘാടനം ചെയ്തു. എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര പ്രതിനിധികളും വ്യാപാര സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് നൃത്ത സംഗീത പരിപാടികളും പരമ്പരാഗത കലാപ്രകടനങ്ങളും ചടങ്ങിൽ അരങ്ങേറി. ഇന്ത്യൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷണ സ്റ്റാളുകളും കൈത്തറി കലാ പ്രദർശനങ്ങളും സന്ദർശകർക്ക് പ്രത്യേക അനുഭവമായി. കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായി വിനോദ പരിപാടികളും പ്രത്യേക കളിസ്ഥലങ്ങളും ഒരുക്കിയിരുന്നു. ഇന്ത്യ കുവൈറ്റ് സൗഹൃദവും സാംസ്കാരിക ഇടപെടലും ശക്തിപ്പെടുത്തുന്ന വേദിയായി ഭാരത് മേള മാറി. GCCയിലെ ആദ്യത്തെ ലുലു ഗവൺമെൻറ് കൺസെപ്റ്റ് സ്റ്റോറും കുവൈറ്റിലെ 18ാമത് ലുലു ഔട്ട്ലെറ്റും ഹെസ് അൽ മുബാറക്കിൽ തുടക്കമായി. പുത്തൻ രുചികൾ, ആഗോള ബ്രാൻഡുകൾ, പ്രീമിയം ഷോപ്പിംഗ് എന്നിവയാണ് പ്രത്യേകത. പ്രീമിയം ഭക്ഷണശേഖരങ്ങൾ, അന്താരാഷ്ട്ര ബ്രാൻഡുകൾ, ലൈഫ് സ്റ്റൈൽ ഇനങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരം പുതിയ സ്റ്റോറിൽ ലഭ്യമാണ്. വിശിഷ്ട അതിഥികളായ URC ചീഫ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഓഫീസർ സുലൈമാൻ അൽ അസാക്കർ, URC ഓപ്പറേഷൻ SVP അബ്ദുൽ അസീസ് അൽ നാസർ, ലുലു കുവൈറ്റ് ഡയറക്ടർ ശ്രീജിത്ത്, ലുലു കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ ചേർന്ന് പുതിയ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ പത്തനംതിട്ട ജില്ലാ പ്രവാസികളുടെ സംഘടനയായ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ PDA രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി 13 സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. രജത ജൂബിലി ആഘോഷം പുരസ്കാര സന്ധ്യയും സാമൂഹിക സാംസ്കാരിക പരിപാടികളും പൊതുസമ്മേളനവും ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ലാലു ജേക്കബ് അധ്യക്ഷത വഹിച്ച സമ്മേളനം പത്തനംതിട്ട MP ശ്രീ ആൻഡ്രൂ ആൻ്റണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നു. മലയാള സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖനായ ശ്രീ ദിനേശ് പണിക്കർ ചടങ്ങിൽ സംസാരിച്ചു. സംഘടനാ സെക്രട്ടറി ശ്രീ മാർട്ടിൻ മാത്യു സ്വാഗതവും കൺവീനർ ശ്രീ ബെന്നി ജോർജ് നന്ദിയും പറഞ്ഞു. കേരളത്തിലും കുവൈറ്റിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ സാന്ത്വനം കുവൈറ്റ് 25ാം വാർഷികത്തോടനുബന്ധിച്ച് രജത ജൂബിലി സമ്മേളനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജ്യോതിദാസ് PN അധ്യക്ഷത വഹിച്ച യോഗം അൽ എക്സ്ചേഞ്ച് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ,
പോയ വർഷത്തെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജിതിൻ ജോസ് സാമ്പത്തിക റിപ്പോർട്ടും ഋഷി ജേക്കബ് വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. പിന്നിട്ട പ്രവർത്തന വർഷത്തിൽ 1801 അംഗങ്ങളുടെ പിന്തുണയോടെ 1696 രോഗികൾക്കായി 1,82,00,000 രൂപയുടെ ചികിത്സാ, വിദ്യാഭ്യാസ, കുടുംബ സഹായ പദ്ധതികൾ നടപ്പിലാക്കിയെന്നും കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തനത്തിനിടെ 20,868 രോഗികൾക്കായി 20 കോടിയിലേറെ രൂപ വിവിധ സഹായ പദ്ധതികളിലൂടെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ദുർബല ജനവിഭാഗങ്ങൾക്കായി ലഭ്യമാക്കുവാൻ സാധിച്ചുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. സെൻറ് തോമസ് ചർച്ച് കുവൈറ്റ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. നാരി ഗുഞ്ചാൻ ബീഹാറിൻ്റെ സ്ഥാപകയും സിഇഒയുമായ പത്മശ്രീ സുധാ വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു. ഇന്നത്തെ സമൂഹം കരുണ, സേവനം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്ന് അവർ പറഞ്ഞു. ഇന്ത്യയിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി 1965 മുതൽ ആതുര സേവന രംഗത്ത് നിരന്തരമായി 82ാമത്തെ വയസ്സിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സിസ്റ്റർ സുധാ വർഗീസ്. സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ SMC കുവൈറ്റ് 2026 വാർഷിക കുടുംബ സംഗമങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഗ്ലോ ഗാല 2026 എന്ന പേരിൽ മെഗാ പരിപാടി നടത്തി. SMC പ്രസിഡന്റ് ശ്രീ ആന്റണി മനോജ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. സെൻറ് ഡാനിയൽ കൊമ്പോനി ഇടവക വികാരി റവറൻ ഫാദർ സോജൻ, യുവജന വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ചിഞ്ചു ചാക്കോ, വിമൻസ് വിംഗ് പ്രസിഡന്റ് ശ്രീമതി റിൻസി തോമസ്, ബാലദീപ്തി പ്രസിഡന്റ് മാസ്റ്റർ ഡോൺ ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ശ്രീ ജോബി മറ്റം, KKCA സെക്രട്ടറി ശ്രീ വരുൺ കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സംഘടനയുടെ ട്രഷറർ ശ്രീ സോണി മാത്യു നന്ദി രേഖപ്പെടുത്തി. ഈ വർഷത്തെ ഡയറക്ടറിയും ജൂബിലി വർഷത്തെ മെഗാ ചാരിറ്റി പ്രൊജക്ടറും ലോഞ്ച് ചെയ്യപ്പെട്ടു. പൊതുസമ്മേളനത്തിന് ശേഷം പ്രശസ്ത സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡ് ഏവർക്കും സംഗീത വിരുന്ന് ഒരുക്കി. മിഷൻ മദർ മേരി മിഷൻ ഗ്രൂപ്പിൻ്റെ ലോഗോ പ്രകാശനം നടന്നു. ഹോളി ഫാമിലി കോ കത്തീഡ്രൽ വെച്ച് നടന്ന ചടങ്ങിൽ നോർത്തേൺ അറേബ്യ അപ്പസ്തോലിക് വികാരി HEB ബിഷപ്പ് ആൽദോ ബറോഡി OSST നിർവഹിച്ചു. 2023 ബിഷപ്പ് ആൽദോയുടെ ആശീർവാദത്തോടെ കുവൈറ്റിൽ ആരംഭിച്ച മിഷൻ ഇപ്പോൾ കുവൈറ്റ്, ഇന്ത്യ, ന്യൂസിലാൻഡ്, USA, ഒമാൻ, UAE, അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുക, ഇന്ത്യയിൽ ഭക്ഷണ വിതരണം, രോഗികൾക്കുള്ള ചികിത്സാ സഹായം, കുട്ടികൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണം, ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ മിഷൻ ഗ്രൂപ്പിൻ്റെ സഹായത്തോടുകൂടി ചെയ്തു വരുന്നു. ചടങ്ങിൽ മിഷൻ സ്ഥാപക കോഓർഡിനേറ്റർ ബാബു ഫ്രാൻസിസ്, സെക്രട്ടറി പ്രിൻസ് കൊല്ലപ്പള്ളി, രാജീവ് ജോൺ, ബിട്ടു അബ്രഹാം, ഷെറി വർഗീസ് എന്നിവരും പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ KDNA കുവൈറ്റ് മലബാർ മഹോത്സവം സംഘടിപ്പിച്ചു. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഗ്രൗണ്ടിൽ നടന്ന പരിപാടികൾ നടൻ ഹാരിഷ് പേരടി ഉദ്ഘാടനം ചെയ്തു. KDNA പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് അസീം സേഡ് സുലൈമാൻ, അൽമുല്ല എക്സ്ചേഞ്ച് സെയിൽസ് മാനേജർ ഫിലിപ്പ് ജോൺ, AM ഹൈത്തർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ ഹിദായത്തുള്ള, ടാർഗറ്റ് ഇന്റർനാഷണൽ CEO PS കൃഷ്ണൻ, മാംഗോ ഹൈപ്പർ മാനേജർ മുഹമ്മദ് അലി, വനിതാ വിഭാഗം പ്രസിഡന്റ് ലീന റഹ്മാൻ, കൃഷ്ണൻ കടലുണ്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പ് CEO ഷറഫുദ്ദീൻ കണ്ണത്ത്, മലബാർ ഗോൾഡ് കൺട്രി ഹെഡ് അഫ്സൽ ഖാൻ, ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയൂബ് ഖശേരി, ആബിദ് അബ്ദുൽ കരീം, ദുബായ് കറക് മക്കാനി, സുനിൽ നായർ, ടിറ്റു ലൂക്കോസ്, ഒസാം വാഹിദ്, മൻസൂർ ചൂരി തുടങ്ങി നിരവധി പേരെ ചടങ്ങിൽ ആദരിച്ചു. മഞ്ജരി ബാൻഡിൻ്റെ ലൈവ് മ്യൂസിക്കൽ കൺസേർട്ട്, ആസിഫ് കാപ്പാട്, ജെസ്സി ജോയ്സൺ എന്നിവരുടെ മ്യൂസിക് ഷോ, ലെബനീസ് ഡാൻസ് ഗ്രൂപ്പ് ടീം അവതരിപ്പിച്ച അറബിക് ലയാനി നൃത്തങ്ങൾ, ജാസ് ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരം, റാഫിക് അല്ലായി, സമീർ വെള്ളയിൽ, അയാൻ മാത്തൂർ എന്നിവരുടെ ഗസൽ സന്ധ്യ എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി. ഫോറം ഓഫ് ഇന്ത്യൻ ഡോക്ടേഴ്സ് കുവൈറ്റ് വർഷം തോറും നടത്തിവരുന്ന കലാ സാംസ്കാരിക പരിപാടിയായ 2026 ഡോഗ് ഫെസ്റ്റും 21ാമത് ഹെൽത്ത് ഗൈഡ് ഹെൽത്ത് ആൻഡ് വെൽനസിൻ്റെ പ്രകാശനവും ഫെബ്രുവരി 6 തീയതി ഹോട്ടൽ റീജൻസിയിൽ വെച്ച് നടത്തി. കുവൈറ്റ് ആരോഗ്യമന്ത്രി ശ്രീ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദി പരിപാടിയുടെ മുഖ്യ അതിഥിയായിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീമതി പരിമിത ത്രിപാഠി, പത്മശ്രീ ഷെയ്ഖ് അലി അൽ ജാബർ അൽ സബ, കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം തവല്ല വിശിഷ്ടാതിഥികളായിരുന്നു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി ഡോക്ടർ ഫിലിപ്പോസ് ജോർജ് ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ സമീർ ഹുമൂദ് സദസ്സിനെ സ്വാഗതം ചെയ്തു. സംഘടനയുടെ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ കുവൈറ്റ് ആരോഗ്യമന്ത്രി ഇന്ത്യൻ ഡോക്ടർമാരെ അഭിനന്ദിക്കുകയും ആരോഗ്യ മേഖലയിൽ
അവരുടെ അർപ്പണബോധത്തെയും കഠിനാധ്വാനത്തെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഡോക്ടർമാരുടെ അർപ്പണബോധത്തെയും പ്രവർത്തന നൈതികതയും ഇന്ത്യൻ സ്ഥാനപതി ശ്രീമതി പരിമിത ത്രിപാഠി പ്രശംസിച്ചു. ഔപചാരിക പരിപാടിയുടെ അധ്യക്ഷ ലേഡി വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുശോഭന സുജിത് നായർ നിർവഹിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മോഹൻ റാം നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ അരിജിത്ത് ചീഫ് എഡിറ്ററായ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന ശീർഷകത്തോടെയുള്ള ഹെൽത്ത് ഗൈഡ് മന്ത്രി അഹമ്മദ് അബ്ദുൽ വഹാബ് ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിൻ്റെ കൾച്ചറൽ സെക്രട്ടറി ഡോക്ടർ അനില ആൽബർട്ട് ഈ വർഷത്തെ ഡോഗ് ഫെസ്റ്റ് പ്രമേയമായ വസുദൈവ കുടുംബകത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ കാണികളോട് വിവരിച്ചു. ജോയിൻറ്റ് കൾച്ചറൽ സെക്രട്ടറി ഡോക്ടർ ഷിബീഷ് നിദാൽ ഭദ്രദീപം കൊളുത്താൻ വിശിഷ്ട അതിഥികളെ ക്ഷണിച്ചു. വസുധൈവ കുടുംബകം എന്ന ശീർഷകത്തിൽ അരങ്ങേറിയ കലാപരിപാടികൾ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെയാണ് അവതരിപ്പിച്ചത്. ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് കൾച്ചറൽ സെക്രട്ടറിയായ ഡോക്ടർ അനില ആൽബർട്ടാണ്. ആൻഡ്രിയ ഷെർലി ഡിക്രൂസ് എന്ന കൗമാരക്കാരി കഥ പറയുന്ന രൂപേണ വിവിധ രാജ്യങ്ങളുടെ നൃത്യങ്ങളോടും ഗാനങ്ങളോടും കൂടിയാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. കുവൈറ്റ് ദേശീയ ദിനവും വിമോചന ദിനവും അനുസ്മരിച്ച് ഡോക്ടർ ആൻ്റണിയുടെ ആശയത്തിൽ ഇന്ത്യൻ ഡോക്ടർമാർ പരമ്പരാഗത കുവൈറ്റി വേഷത്തിൽ നൃത്തച്ചൂടുകൾ വെച്ചത് കുവൈറ്റി അതിഥികൾ അടങ്ങുന്ന കാണികളെ ആവേശഭരിതരാക്കി. കലാപരിപാടികളെ തുടർന്ന് അംഗങ്ങൾക്കായുള്ള നറുക്കെടുപ്പ് സംഘടനയുടെ ട്രഷറർമാരായ ഡോക്ടർ സണ്ണി വർഗീസും ഡോക്ടർ ജിബിൻ ജോൺ തോമസും ചേർന്ന് നിർവഹിച്ചു. Before every great move, there's focus. They show up, they lead, they deliver. Because the best. Choose the best. Al Muzaghini Exchange, always near you. Flavor made for the squad. Carrot tastes better together. Dubai Karakumakani, the place of real Karak. നമസ്കാരം. നമസ്കാരം. സുധാ വർഗീസ്. കാണാൻ നല്ല സുന്ദരിയാണ് ഇപ്പോഴും. അപ്പം 82 വയസ്സിൽ അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പം നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. അതിലുപരി താങ്കൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലോകത്തെ കണ്ടറിഞ്ഞ് അല്ലെ സമൂഹത്തെ അറിഞ്ഞ് താഴ്ത്തട്ടിലുള്ളവരുടെ കടന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായ പത്മശ്രീ അങ്ങനെയുള്ള പല അവാർഡുകളും ഒക്കെ തേടിയെത്തിയെങ്കിലും ഇന്നും മലയാളികൾ സുധാ വർഗീസിനെ അറിയുമെന്ന് ചോദിച്ചാൽ അറിയുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 1960കളിൽ താങ്കൾ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ നടന്നത് ഹൈസ്കൂളിലോ മറ്റോ പഠിക്കുമ്പം ഒരു മാഗസിനിലൂടെയാണ്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പം എൻ്റെ ക്ലാസ്സിൽ ഏതോ ഒരു കൂട്ടുകാരി ഒരു മാഗസിൻ പിടിച്ചുകൊണ്ട് വന്നു. അതെല്ലാവരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് കാണാനായിട്ട്. അതിനകത്തൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ബീഹാറിനെ പറ്റി. ആ ആർട്ടിക്കിളിൽ ബീഹാറിലെ ഏറ്റവും താഴ്ന്ന ജാതി എലിപിടുത്തക്കാർ, അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടുകൂടെ 2-3 ഫോട്ടോസും ഉണ്ടായിരുന്നു. അവരുടെ ഒടിഞ്ഞ് പറഞ്ഞ ഷെഡ് കുടിലുകൾ വഴിയിലാണ്. അതിൻ്റെ അകത്തുനിന്ന് 3-4 പിള്ളേർ ഇറങ്ങുന്ന ഒരു സീനാണ്. പിള്ളേർ കാര്യമായിട്ട് വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, വഴിയിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അതിനിടയ്ക്ക് കുറേ വണ്ടികൾ അതിലെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒരു പേടി പോലെ തോന്നി. ഈ പിള്ളേരെ അങ്ങനെ വണ്ടി ഇടിക്കുവാണെങ്കിൽ അങ്ങനെ. പിന്നെ ഞാൻ ഓർത്തു, ഇവർക്ക് ഇത്രയും ഒടിഞ്ഞ് പൊടിഞ്ഞ ഈ ഷെഡിൽ താമസിക്കേണ്ട ആവശ്യം എന്താണ്? എന്ത് തരത്തിലുള്ള പോവർട്ടിയാണ്? ആൻഡ് ഇവർ എങ്ങനെ ഇതിനകത്ത് വന്നെത്തി?
ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ ഉയർന്നു. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്നാ ചെയ്യുന്നത്? പക്ഷെ അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ബീഹാറിൽ പോകണം, ഇവരെ കാണണം, ഈ സംഗതി മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് ഇപ്പം ടെക്നോളജി എന്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കാണുന്ന പത്രങ്ങൾ, അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മാഗസിൻ അവിടെ എത്തപ്പെടാൻ സാധിച്ചതും അത് കണ്ട് താങ്കളെ ആകർഷിച്ചതും അതിൽ അവർക്ക് സേവനം ചെയ്തു തോന്നിയ ഒരു മനസ്സും, അത് ഫാദറിനോട് പറയുകയും അദ്ദേഹം എങ്ങനെ അത് സാധൂകരിച്ചു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അത്തരം ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ മുറ്റത്തേക്കുന്ന വടി വെട്ടി തല്ലു കൊടുക്കുന്നൊരു കാലഘട്ടമായിരുന്നു. പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലം. അപ്പം അത്തരം സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് തങ്ങൾ അവിടെ എത്തിയെങ്കിൽ പേരൻസിൻ്റെ അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു ആ സാഹചര്യം ഒരുങ്ങിയത്? ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് എൻ്റെ ചാച്ചയോട് ആദ്യം പറഞ്ഞു, ചാച്ച എനിക്ക് ബീഹാറിന് പോകണം. പുള്ളി ഒത്തിരി സർപ്രൈസായി പുള്ളിക്ക്. ഈ പെണ്ണ് ഇപ്പം 10ാം ക്ലാസ് പാസ്സായി ഉടനെ പറയുക ബീഹാറിന് പോകണം. ബീഹാറിൽ എന്നതാ? എൻ്റെ ഫാദറിന് തന്നെ മനസ്സിലായില്ല, പുള്ളിക്ക് അറിയത്തുമില്ലായിരുന്നു ബീഹാറിൻ്റെ വിശേഷതകൾ. അങ്ങനെ പക്ഷേ എന്ന് ഞാൻ പുള്ളി അലത്തിക്കൊണ്ടിരിക്കും, എനിക്ക് ബീഹാറിന് പോകണം. അവസാനം എൻ്റെ ചാച്ചയെ അമ്മച്ചി അന്നേരം കരയാൻ തുടങ്ങി. ഞാൻ വീട്ടിലെ ഏറ്റവും മൂത്ത കൊച്ച. അമ്മച്ചി എന്നിട്ട് എൻ്റെ അമ്മച്ചിയുടെ അപ്പനെ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരണം. പുള്ളി ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവർ പറഞ്ഞു കേൾപ്പിച്ചായിരുന്നു അപ്പനോട്, ഇവൾ ബീഹാറിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് തലയ്ക്ക് ഇതാ. അപ്പം വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇതന്നെ ഇവർ പറയുന്നത് നീ ബീഹാറിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ അലട്ടുന്നേ. ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ബീഹാറിന് പോകണം, അവിടെ ഒത്തിരി പാവങ്ങളുണ്ട്, അവരുടെ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതെനിക്ക് അവരെ ചെന്ന് കാണണം, എന്നിട്ട് ഇച്ചിരി മനസ്സിലാക്കണം, എന്നിട്ട് എങ്ങനെ ഞാൻ അവരെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കണം. എൻ്റെ ഇത് കേട്ടുകൊണ്ട് അപ്പനെനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ഏറ്റവും മൂത്ത മകളുടെ കൊച്ചാണ്. അപ്പൻ എന്നോട് കാര്യമായിട്ട് വർത്താനം പറഞ്ഞു, നിനക്ക് പോകാനായിട്ട് ഇത്രയും ഇഷ്ടമാണെങ്കിൽ നീ പോക, പക്ഷേ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിനക്ക് തോന്നുന്ന അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റിയതെന്ന് തോന്നുവാണെങ്കിൽ അന്ന ദിവസം തന്നെ തിരിച്ചു പോരണം, അതിന് പെട്ടെന്ന് ഇവിടെ അറിയിക്കണം എന്നൊക്കെ അപ്പൻ എന്നെ ഉപദേശിച്ചു. അത് കഴിഞ്ഞാൽ അപ്പൻ അവരോട് പറഞ്ഞു, ഇവൾ പോട്ടെ, ഇവൾക്ക് പോകാൻ ഇത്രയും ആഗ്രഹമാണെങ്കിൽ ഇവൾ പോട്ടെ, പോയിട്ട് അവൾ ചെയ്യാൻ പറ്റിയില്ല അവൾ തിരിച്ചു വരും. അത് കേട്ടപ്പോൾ എൻ്റെ ചാച്ചയും അമ്മച്ചിയും ഒരുമാതിരി ഇതായി. അങ്ങനെയാണ് എനിക്ക് ബീഹാറിന് പോകുന്നത്. പിറ്റേ ദിവസത്തെ പേപ്പറിൽ ഞാൻ കണ്ടു, ബീഹാറിൽ നിന്ന് 2-3 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്, അവർ പിള്ളേരെ എടുക്കാൻ വന്നതാണ്. ഞാനത് കണ്ടുകൊണ്ട് പേപ്പർ ചാച്ചയെ കൊടുത്തു വന്നിച്ച് പറഞ്ഞു, ഇതേക്ക് ഇവർ വന്നിട്ടുണ്ട്, ഇവർ തിരിച്ചു പോകുമ്പോൾ എനിക്കും കൂടത്തി പോകാം. അന്നേരം അതും പിന്നെ ചാച്ചയെ ഓർത്ത് എന്ത് ചെയ്യും, എന്ത് വേറെ ഒരു ഇതായിപ്പോയല്ലോ, മീൻസ് ഇവൾ പറയുന്നത് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴിയായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് ഇവർ ഈ കന്യാസ്ത്രീകൾ വരുമ്പോൾ കുട്ടികൾക്ക് ഉപരിപഠനത്തിനാണോ അതോ ജോലിക്കാണോ, എന്തിനായിരുന്നു അവർ വന്നത്? മിക്കവാറും അവരവരുടെ കോൺവെൻറ്റിൽ കൂട്ടാനായിട്ട്. അതെ, മഠത്തിൽ ഒക്കെ പോകാൻ താല്പര്യമുള്ളവർ. ഞാൻ ചാച്ചയോട് ഞാൻ പറഞ്ഞു, അവർ ഭരണങ്ങാനത്താണ്, നമുക്ക് അവിടെ ചെന്ന് അവരെ കാണണം. ചാച്ചായി കൂടത്തിപ്പോന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടു. സിസ്റ്റേഴ്സ് എന്നെ കണ്ടപ്പോഴേ എന്നോട് വർത്താനമൊക്കെ പറഞ്ഞു, നിനക്ക് അവിടെ പോകാൻ പ്രയാസമായിരിക്കും, നീ ഒത്തിരി ഞാൻ കൊച്ചൊന്നുമല്ല, ഞാൻ 10ാം ക്ലാസ് പാസ്സായതെന്ന് പറഞ്ഞു. എൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് പിന്നെ അവർ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ചാച്ചയോട് പറഞ്ഞു, എന്നാൽ അവൾ പോരട്ടെ, അവൾക്ക് വേണ്ട തയ്യാറുകളൊക്കെ നോക്കുക, നന്നായി. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അന്നൊക്കെ ഒരു ട്രെയിൻ യാത്ര എന്നൊക്കെ പറയുമ്പം ബീഹാർ വരെയൊക്കെ ചെല്ലണമെങ്കിൽ ദിവസങ്ങൾ എടുക്കില്ലായിരുന്നു. 4 ദിവസം എടുത്തു. അതിനുശേഷം അവിടെ എത്തുന്നു, അവരുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ കാലഘട്ടങ്ങൾ? ആദ്യം ഞാൻ അവിടെ ചെന്ന് വൈകിട്ടാണ് ഞങ്ങൾ അവിടെ എത്തി. എൻ്റെ കൂടെ ഒരു 8-10 പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കാലത്ത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പം അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പിള്ളേർ എല്ലാവരും തടിച്ച് നല്ല യൂണിഫോമൊക്കെ ഇട്ട് വെളുത്ത പെണ്ണുങ്ങൾ, അവരെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു, കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവേ, ഇവരെയൊക്കെ പഠിപ്പിക്കാനെങ്ങാനും പറയുവാണെങ്കിൽ ഞാനിവിടെ നിൽക്കുകയല്ല, ഞാൻ തിരിച്ചു പോകും, ഞാൻ ഇവരെ പഠിപ്പിക്കാനോ ഇവർക്ക് വേണ്ടി വല്ലതും ചെയ്യാനോ അല്ല ഞാൻ വന്നേ.
ക്ലാസ്സസ് എടുക്കാൻ തന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ നമ്മളൊന്ന് കടന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആ ഒരു ഈ സാധാരണക്കാരിലേക്ക് ഇറങ്ങാൻ എപ്പോഴാണ് സാഹചര്യമെന്ന് എങ്ങനെയാണ് അതിൽ തുടക്കം? അതിനിടയ്ക്ക് ഞാൻ കണ്ടു അവിടുന്ന് ഈ കന്യാസ്ത്രീകളുടെ തന്നെ അവിടെ സ്ഥലത്തു നിന്ന് ഒരു ജീപ്പ് പുറത്ത് പോകുന്നുണ്ടായിരുന്നു എന്നും. എന്നിട്ട് ഞാൻ അതേപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് വില്ലേജിൽ പോവാണ്, പാവങ്ങളുടെ ഇടയ്ക്ക് ഹെൽത്ത് ക്യാമ്പിന് വേണ്ടിയിട്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഞാനും അതിനകത്തുനിന്ന് പോകണം, എനിക്കും പോകണം. അവർ പറഞ്ഞു പൊക്കോ, പോയി നോക്ക്. സോ ഞാൻ ആ പാവങ്ങളെ കാണുന്നത് അങ്ങനെ ആ ജീപ്പിൽ പോയപ്പോഴാണ്. ഒത്തിരി പാവപ്പെട്ട ആളുകളും പെണ്ണുങ്ങളും അതിൻ്റെ ഇങ്ങനെ വല്ലോ അസുഖമുള്ളവരും. സോ ഒരു ഡോക്ടറും പോകുമായിരുന്നു ആ ജീപ്പിൽ. സോ പുള്ളി മരുന്ന് കൊടുക്കുന്നതും ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും അതൊക്കെ ഞാൻ കണ്ടു. സോ അത് കഴിഞ്ഞേച്ച് ഞാനിങ്ങനെ ഇവരെയൊക്കെ നോക്കിയപ്പം 2-3 സ്ത്രീകൾ ഒത്തിരി മെലിഞ്ഞ് തൊലിഞ്ഞ് അതിൻ്റെ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് അവരിങ്ങനെ വന്ന് പുറകെ വന്ന് നിൽക്കുക, പുറത്ത് നിൽക്കുക, അകത്ത് കയറുന്നില്ല. സോ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരുമായിട്ട് ശകലം ഹിന്ദിയിൽ വർത്താനം പറഞ്ഞു. അവർക്ക് ആ ഹിന്ദി ഒട്ടും അത്ര നല്ലപോലെ അറിയത്തില്ല, അവർ വേറെ ഒരു ഡയലക്റ്റാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഞാനത് ഇച്ചിരിയൊക്കെ കേട്ട് ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇവരുടെ ഇടയ്ക്ക് ഞങ്ങൾ പോവുകയില്ല, ഞങ്ങൾ അൺടച്ചബിൾസാണ്. അതുകൊണ്ട് അവരിങ്ങനെ പുറത്ത് നിന്നത്. ഞാൻ പറഞ്ഞു ഇച്ചിരൂടെ ഇങ്ങോട്ട് മുമ്പോട്ട് കയറി വാ. അങ്ങനെ ഞാൻ അവരെ ശകലം കൂടെ അടുപ്പിച്ച് വരാനുള്ള ഒരിത് കൊടുത്തു. പിന്നെ ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നോക്കി വന്ന ആളുകൾ ഇവരാണെന്ന്. For businesses, our corporate team is always ready to provide you with dedicated and tailor-made services. 135 plus branches, 80 plus years of experience. Al Muzaini Exchange, Kuwait's #1 exchange company since 1942. Flavor Made for the squad. Carrot tastes better to me. Dubai Karaku Makani, the place of real Karak. തുടക്കം ഇതായിരുന്നു. അത് കഴിഞ്ഞേച്ച് എനിക്ക് തോന്നി, എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറേ കൂടെ സമയമൊക്കെ ഇവരുടെ കൂടെ ചിലവാക്കണമെന്ന്. അന്നേരം അവർ പറഞ്ഞു രാവിലെ പോവുക, വൈകുന്നേരം തിരിച്ചു വരണം എന്ന് പറഞ്ഞു. സോ ഞാൻ പല പ്രാവശ്യം അങ്ങനെ ചെയ്തു. പക്ഷേ കുറേ നടക്കണം രാവിലെ. എല്ലാ ദിവസവും എനിക്ക് മാത്രമായിട്ട് ആ വണ്ടി പോവുകയില്ല. സോ കുറേ നടന്ന് അവരുടെ അടുത്ത് പോകും. അവരുടെ അടുത്ത് ചെന്ന് പെണ്ണുങ്ങളുമായിട്ട് വർത്താനം പറയും. പിന്നെ പെൺപിള്ളേരുണ്ട്, പിള്ളേരുടെ കൂടെ ഇച്ചിരി സമയമൊക്കെ ചിലവഴിക്കും. അങ്ങനെ എൻ്റെ ദിവസം അവിടെ ചിലവഴിച്ചേച്ച് പിന്നെ വൈകുന്നേരം നേരം പോകുന്നതിന് മുമ്പ് തിരിച്ചിവിടെ എത്തണം. അങ്ങനെ കുറച്ച് ദിവസം പോയി കഴിഞ്ഞ് ഞാൻ ഓർത്തു ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് പകരം ഇവിടെ താമസിക്കുന്നില്ല നല്ലത്, ഇവരുടെ കൂടെ. അവരുടെ കൂടെ അവരുടെ ഒരു കുടിലിൽ 21 വർഷം താമസിച്ചു. അപ്പം ഈ ആ ഒരു ഇതിന് ശേഷം നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തതും സർക്കാർ തലത്തിലേക്ക് ശ്രദ്ധ കിട്ടിയതും ഒക്കെ എങ്ങനെയായിരുന്നു? പെട്ടെന്നായിരുന്നോ? ഈ 21 വർഷത്തിന് ശേഷമായിരുന്നു? 21 വർഷത്തിനുള്ളിലും പലരും അറിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അവരിങ്ങനെ ഇവരുടെ ടോളയിലൊക്കെ വരും, ചിലപ്പം ഇതൊക്കെ എടുക്കാനായിട്ട് സം ഇൻഫർമേഷൻ അവർക്ക് വേണം. അങ്ങനെ അവരറിഞ്ഞു ഞാനിങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടെന്ന്. സോ ആ ന്യൂസ് അവർ മറ്റുള്ളവർക്കും കൊടുത്തു, അധികാരികൾക്കും കൊടുത്തു. ആ ഓഫീസിൽ ഒരു മലയാളി സാറുണ്ടായിരുന്നു, മാധവൻ സാർ എന്ന് പറഞ്ഞ്. പുള്ളിയായിരുന്നു ഓഫീസർ, വെൽഫെയർ ഓഫീസർ. സോ പുള്ളി എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അന്നേരം വേറെ ഒരു പുള്ളി, എനിക്ക് തോന്നുന്നൊരു ബംഗാളിയായിരുന്നു. അവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും ജോലി ഇവർക്ക് വേണ്ടി, ഈ ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്ന വേറെ ആരുമില്ല. സോ വേണം നമുക്ക് ഇവളെപ്പറ്റി ഒന്ന് മുമ്പോട്ട് ഇച്ചിരി എഴുതി വിടാം, ആൻഡ് റെക്കമെൻഡ് ചെയ്യാം പത്മശ്രീക്ക് വേണ്ടിയിട്ട്. 嗯 സോ അങ്ങനെയാണ് എനിക്ക് പത്മശ്രീ കിട്ടാനായിട്ടുള്ള കാരണം.
അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ നമ്മൾ പത്മശ്രീയൊക്കെ കിട്ടിയപ്പോഴും നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ നിന്നോ കേരളത്തിൽ നിന്നോ ക്ഷണവോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വിളി ഉണ്ടായിരുന്നു? ഇല്ല, കേരളത്തിൽ നിന്ന് ആരും തന്നെ. പക്ഷേ എൻ്റെ പാരിഷ് എന്നെ വിളിച്ചു. എന്നിട്ട് എനിക്കൊരു സ്വീകരണം തന്നു. പാരീഷ് കാഞ്ഞിരത്താനം പാരീഷ്. നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. കാസ്റ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് എനിബഡി. കാസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഹയർ കാസ്റ്റിലെയാണ്, നീ താഴ്ന്ന കാസ്റ്റിലെയാണ്, അതുകൊണ്ട് നീ താഴെ ഇരിക്കുക, ഞാൻ ഉയർന്നതാണ് അതുകൊണ്ട് ഞാൻ കസേരയിലിരിക്കും, ഇങ്ങനത്തെ വിഭാഗങ്ങളൊന്നും തീർച്ചയായിട്ടും നമുക്ക് ഉചിതമല്ല. അബ്സല്യൂട്ട്ലി. 1960കളിൽ അന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ബീഹാർ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും 16ാമത്തെ വയസ്സ് എനിക്ക് തോന്നുന്നു SSLC കഴിഞ്ഞ പുറകെ പോവുകയും അത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ പത്മശ്രീ വരെ എത്തുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ കടമ്പകൾ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറത്താണ്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ പള്ളികളും അല്ലെങ്കിൽ പള്ളിക്കൂടങ്ങളിൽ വരെ വേർതിരിവ് അന്നത്തെ അത്ര തന്നെ ഇല്ലെങ്കിലും ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പ്രാർത്ഥനയാണ് കൺസെപ്റ്റെങ്കിൽ, നിലനിൽപ്പാണ് ആവശ്യമെങ്കിൽ, വിദ്യാഭ്യാസമാണ് ആവശ്യമെങ്കിൽ, ഇന്ന് അതിനുവേണ്ടി 4 കല്ല് കൂട്ടി വെച്ച് തുടക്കമിട്ടോ ഇന്ന് അത് മണിമന്ദിരങ്ങളും മറ്റ് പാശ്ചാത്യ ലെവലിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി മാറി മറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലുള്ള സാധാരണക്കാരൻ്റെ അഡ്മിഷൻ എവിടെയാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതിന് ഏത് മതമെന്നോ ഒന്നുമില്ല. രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാനികളുടെ ഇൻവോൾവ്മെൻറ്റുകൾ, ഇത്തരം സാഹചര്യങ്ങളെയാണ് നമ്മുടെ എല്ലാ ചട്ടക്കൂടുകളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുത തന്നെ. അത് ഒരു പരിധിവരെ നിലനിൽപ്പിനും സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതിനും ആവശ്യമാണ് എങ്കിൽ കൂടി ആ ആവശ്യകതയെ വെച്ചുകൊണ്ട് ഇന്നും ഒരു പർട്ടിക്കുലർ വിഭാഗം മോണോപ്പള്ളി എടുത്ത് പോകുമ്പോൾ അതിൻ്റെ വികസനങ്ങളും അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളും മങ്ങിപ്പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇന്നും നമുക്ക് മുന്നിലോട്ടെത്താത്ത ഒരുപാട് സുധാ വർഗീസുകാരും അതുപോലെ തന്നെ ദയാഭായിമാരും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ കാണാത്ത അവരുടെ വിവരങ്ങൾ ഇതുപോലെയുള്ള നല്ല സംഘടനകൾ ഇനിയും കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Because the best. Choose the best. Al Muzagini Exchange, always near you. Flavor Made for the squad. Carrot tastes better together. Dubai Karakku Makani, the place of real Karak. Lulu, where the world comes to shop. Highway Center, a complete family shopping experience. Live Pure, crafted for your well-being.